Okay, let us discuss the preface to lyrical ballads by William Wordsworth in 1800. അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ടെക്സ്റ്റ് ഏതാണ്? പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സ് ബൈ വില്യം വേർഡ്സ്വർത്ത് അല്ലേ? നമ്മൾ റൊമാൻറ്റിക് പോയറ്റ്, റൊമാൻറ്റിസിന് തുടക്കം കുറിച്ച ഒരു പോയറ്റ് എന്ന് വിളിക്കപ്പെടുന്ന വൺ ഓഫ് ദി ഫേമസ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ വില്യം വേർഡ്സ്വർത്ത്. He was born in 1770, 7th April 1770 ഇയാൾ ജനിക്കുന്നത് അല്ലേ? He was born in 7th April 1770 and his key contributions are helped launch the romantic age in English literature. We know that the romanticism or the romantic literature start with the publication of ലിറിക്കൽ ബലാഡ്സ് ഇൻ 1790. 1798 വരുന്ന ലിറിക്കൽ ബലാഡ്സ് എന്ന പബ്ലിക്കേഷനും കൂടെ എന്ത് ചെയ്യുന്നത് റൊമാൻറ്റിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിന് എന്ത് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ? Co-published lyrical ballads in 1798 with Samuel Taylor Coleridge. He and S.T. Coleridge co-authored the work lyrical ballads and they published it in the 1798. 23 poems ഉണ്ടായിരുന്നത്, 14 poems by Wordsworth and 9 poems by whom? Samuel Taylor Coleridge. A work that marked the beginning of the romantic movement. ആ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ബിഗിനിങ് തുടങ്ങി വെച്ചതായിരുന്നു ഇയാളുടെ ഈ വർക്ക്. Then Magnum Opus, the Prelude. We know that Magnum Opus is an important work. It is called the Prelude and the Magnum Opus എന്നറിയപ്പെടുന്ന വർക്ക്. It's a semi-autobiographical work that details his early years. It's also a semi-autobiographical work that tells about his early years. അയാളുടെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന വർക്കാണ് എന്ത് ഈ നമ്മുടെ ഈ വർക്ക് ദ പ്രെല്യൂഡ്. റിവൈസ്ഡ് ആൻഡ് എക്സ്പാൻഡ് സെവറൽ ടൈംസ് ബൈ വേർഡ്സ്വർത്ത്. ഇത് വേർഡ്സ്വർത്തിൽ ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമയം കൂടി ചേർത്തിട്ടൊക്കെ ഉണ്ട് ഈ വർക്കിലേക്ക് കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ്മസ്ലി പബ്ലിഷ്ഡ് ബൈ ഹിസ് വൈഫ് ഇൻ 1850, ദ ഇയർ ഓഫ് ഹിസ് ഡെത്ത്. ആഫ്റ്റർ ഹിസ് ഡെത്ത് ആണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഹി വാസ് ഡൈഡ് ഇൻ 1850. Then after his death, the work was published by his wife Mary Wordsworth. അതും ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോയത് കേട്ടോ. It was originally written known as a poem to Coleridge. Then ഈ poem to Coleridge എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തൊരു പേരാണ്. It was initially there was no name for this work. Initially Wordsworth പേരും കൊടുത്തിട്ടില്ലായിരുന്നു. Then after he wrote a letter to his sister Dorothy Wordsworth. Dorothy Wordsworthന് ഒരു ലെറ്ററിൽ ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ വർക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച പേരെന്തായിരുന്നു? The poem to Coleridge എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇയാൾ. So that was the only point that we know that originally it is known as the poem to Coleridge. മറന്നു പോയത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, പോയറ്റ് ലോറേറ്റ്. He was appointed as a poet laureate of the United Kingdom in 1843. 1843 എന്ത് ചെയ്യുന്നത് ഇയാൾ നമ്മുടെ പോയറ്റ് ലോറേറ്റ് ആയിട്ട് ചാർജ് എടുക്കുന്നത് അപ് ടു 1850. ആഫ്റ്റർ 1850 നമ്മുടെ ടെന്നിസം വരുന്നുണ്ട്. Then death in 1850 at the age of 80. Died of pleurisy ആണ് കേട്ടോ. പ്ലൂറസി കൊണ്ടാണ് മരിക്കുന്നത്. എല്ലാവരുടെയും ഡെത്ത് റേസിന് ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. So he was died in pleurisy. Next one, birth details. He was born on 7 April 1777 in Wordsworth House, Cockermouth, Cumberland. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. He was born in Cockermouth, Cumberland. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. Second of 5 children from born to John Wordsworth and Anne Cookson. അതായത് 5 മക്കൾ രണ്ടാമതായിട്ട് ഇയാൾ ജനിക്കുന്നത്. ടു ഹൂം? ജോൺ വേർഡ്സ്വർത്തും അതുപോലെ ആൻ കുക്സ് എന്ന് പറഞ്ഞതിൻ്റെ അമ്മയ്ക്കും ആണ് ഇയാൾ രണ്ടാമത്തെ മകനായിട്ട് ജനിക്കുന്നത്. സിബ്ലിങ്സ്, ഡൊറോത്തി വേർഡ്സ്വർത്ത് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ അവർ ടിൻഡൻ ആബി ഓൾസോ. ഹിസ് ക്ലോസ് സിസ്റ്റർ എ പോയറ്റ് ആൻഡ് ഡയറിസ്റ്റ് ബോൺ ദ ഇയർ ആഫ്റ്റർ ഹിം. ടിൻഡൻ ആബി നമുക്കറിയാം ആ വർക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് അത് നമ്മുടെ ഡൊറോത്തി വേർഡ്സ്വർത്ത്. ഡൊറോത്തി വേർഡ്സ്വർത്തുമായിട്ടുള്ള ഒരു വിസിറ്റാണ് നമ്മുടെ ഈ പോയത്തിൽ പറയുന്ന ഒരു മെയിൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. Mother's influence and early education. Wordsworth was taught to read by his mother. He don't have any tutor or he don't have any teacher to teach him. So Wordsworth was taught to read by his mother. ഇവരെ വായിക്കാൻ പഠിപ്പിച്ചാണ് ഇവരുടെ മദറാണ്. Initially attended a low quality school in Cockermouth, followed by a better school in Perrint, where he was exposed to traditions, local activities and festivals like Easter, May Day and Shrove Tuesday. ഇവിടെ നിന്നൊക്കെയാണ് ഇയാൾ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. He studied the Bible and the Spectator, but his education was limited because of his wealth. Then family tragedy കുറിച്ച് പറയുകയാണെങ്കിൽ Wordsworth's mother died in 1778, after which his father sent him to Hawkshead Grammar School in Lancashire. ഇവന് ഹോക്സ്റ്റഡിലേക്ക് ഒരു ഗ്രാമർ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇവൻ്റെ അമ്മ മരിക്കുന്നുണ്ട്. ഡൊറോത്തി വാസ് സെൻറ്റ് ടു ലീവ് വിത്ത് റിലേറ്റീവ്സ് ഇൻ യോർക്ക്ഷയർ ആൻഡ് ദേ വർ സെപ്പറേറ്റ് ഫോർ 9 years. ഡൊറോത്തി എന്ത് ചെയ്യുന്നു? അമ്മ മരിച്ചത് മൂലം ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. സോ ദേ വർ സെപ്പറേറ്റ് ഫോർ 9 years. 9 വർഷത്തെ ഇവർ എന്ത് ചെയ്യുന്നില്ല, തമ്മിൽ കാണുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ.
ഒരു റൈറ്റിംഗ് കരിയർ നോക്കുകയാണെങ്കിൽ വേർഡ്സ്വർത്ത് ഫസ്റ്റ് ലിറ്റററി വർക്ക് വാസ് സോണറ്റ് പബ്ലിഷ് ഇൻ ദ യൂറോപ്യൻ മാഗസിൻ 1787. 1787 വന്ന ഒരു സോണറ്റാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ. ഇൻ 1787 ഹി ഓൾസോ ബിഗാൻ അറ്റൻഡിങ് സെൻറ്റ് ജോൺസ് കോളേജ് കാംബ്രിഡ്ജ് ആൻഡ് ഗ്രാജുവേറ്റഡ് വിത്ത് BA in 1791. ആൻഡ് അറ്റ് ദ സെയിം ഇയർ ഹി വാസ് അറ്റൻഡഡ് സെൻറ്റ് ജോൺസ് കോളേജ് ആൻഡ് അവിടെ നിന്ന് ഒരു BA കരസ്ഥമാക്കുന്നുണ്ട്. Then travel inspiration, he returned to Hawkshead during the first 2 summers at Cambridge, spent many later holidays on walking tours, visiting places known for their natural beauty. We know that he is known as a natural poet, അല്ലെങ്കിൽ poet of nature എന്ന് അറിയപ്പെടുന്ന പോയിട്ട് നമ്മൾ ആളാണ് ഇത് വില്യം വേർഡ്സ്വർത്ത്. സോ he is very admirable, he is very like to visit natural beauty. In 1790 he traveled through Europe, including the Alps, France, Switzerland and Italy, which significantly influenced his poetry. In 1797 ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് പ്ലേസസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ഹിസ് പോയട്രി നമുക്ക് പറയാൻ പറ്റും. ദെൻ വിസിറ്റ് റവല്യൂഷണറി ഫ്രാൻസ്. ഇൻ November 1779 Wordsworth visited revolutionary France and became enchanted with the Republican movement. He fell in love with the French woman Annette Valin, and 1792 she gave birth to their daughter Caroline. Important ആണ് കേട്ടോ. And he was sent to revolutionary France. ആ സമയത്ത് ഫ്രാൻസിൽ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. സോ ഹി വാസ് visited France and enchanted with the Republican movement. And also he met Annette Valin. Next ആണ്, he met Annette Valin, his first love, and she got pregnant in 1791 and she gave birth in 1792, with whom Caroline എന്ന് പറയുന്ന മോൾക്ക് ജന്മം നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല. She was his lover. Then returned to England due to financial problems and Britain's tense relations with France. Wordsworth had to return England alone in 1793. അങ്ങനെ ഫ്രഞ്ചിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ ഹി വാണ്ടഡ് ടു റിട്ടേൺ അലോൺ ടു ഇംഗ്ലണ്ട് ഇൻ 1793. 1793 ഇയാൾ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. Support for Annette and Caroline. Despite his circumstances, Wordsworth continued to support Annette and his daughter as best as he could in later life. ഇയാൾ ഇങ്ങനെയൊക്കെ വിട്ടു പോന്നാലും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ നോക്കാൻ മനസ്സാർക്കുണ്ടായിരുന്നു. ഹി വാസ് ഹെൽപ്പിംഗ് ഹിസ് old lover and his daughter. Disillusionment with French Revolution. The reign of terror left Wordsworth thoroughly disillusioned with the French Revolution. The outbreak of armed hostilities between Britain and France prevented him from seeing Annette and his daughter for several years. The French Revolution വരുന്നുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രഞ്ചും ബ്രിട്ടനും റവല്യൂഷൻ ഒരു വാറായിരുന്നു. സോ it blocked, or the outbreak of armed hostilities between Britain and France prevented him from seeing Annette and his daughter for several years. അത് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ വന്നതോടുകൂടി ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രഞ്ചിൽ പോകാനോ അല്ലെങ്കിൽ ഫ്രഞ്ചിൽ തൻ്റെ ഭാര്യ ലവറേയും മകളെയും കാണാൻ സാധിച്ചില്ലെന്ന് പറയുന്നുണ്ട്. വിസിറ്റ് ആനറ്റ് ആൻഡ് കരോലിൻ 1802. പിന്നെ ഇവിടെ എപ്പോഴാണ് കാണുന്നത്, 1802 ആൻ്റണിയും കരോലിനെയും കാണുന്നത്. ഫോളോയിങ് ദ പീസ് ഓഫ് അമീൻസ് ഇൻ 1802 വിച്ച് allowed travel to France, Wordsworth and his sister Dorothy visited Annette and Caroline in Calais. Calais നമ്മൾ പഠിച്ചു, ഡോവർ ബീച്ചിന് ഡോവറിന് തൊട്ടപ്പുറത്തുള്ള ഒരു ഐലൻഡിൽ എന്ത് കലായിസ്. We can see Calais from Dover. So Dorothy visited Annette and Caroline in Calais. The visit was to prepare Annette for the fact that Wordsworth was about to marry Mary Hutchinson. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതായിരുന്നു, തൻ്റെ ആദ്യ ഭാര്യയോട് ചോദിക്കണമല്ലോ, ഒരു വിവാഹം കഴിക്കാൻ പോവാണ്. He was going to marry Mary Hutchinson soon. So he wanted to get permission from his first lover. So ഇത് യാത്ര ലക്ഷ്യം എന്തായിരുന്നു, തൻ്റെ ആദ്യ ഭാര്യയിൽ നിന്നും ഒരു സമ്മതം കൂടി വാങ്ങിക്കുന്ന അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ, അത് ഓർത്ത് വെക്കാം. So sonnet and relationships with Caroline. After the visit, he wrote the sonnet, "It is beauteous evening, calm and free." Important ആണ്, recalling a seaside walk with the 9-year-old Caroline, whom he had never met before that visit. തൻ്റെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് തന്നെ മകളെ കാണുന്ന സമയത്ത്, മകളുമായിട്ട് നടക്കാൻ പോകുന്ന സമയത്തുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ സീസൈഡൊക്കെ വെച്ച് പറയുന്നൊരു വർക്കാണെന്ത്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിയസ് ഈവനിങ് കാം ആൻഡ് ഫ്രീ എന്ന് പറയുന്ന ഒരു സോണറ്റ് കേട്ടോ. നമ്മുടെ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സോണറ്റ്. Mary Hutchinson, Wordsworth's future wife, was anxious that Wordsworth should do more Caroline. So ഇതിൻ്റെ ആദ്യത്തെ ഭാര്യ മേരി ഹച്ചിൻസൺ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കൺസേൺ ഉണ്ടായിരുന്നു, വെദർ നമ്മുടെ കരോലിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു കൺസേൺ ആർക്കുണ്ടായിരുന്നു, നമ്മുടെ ആദ്യ ഫസ്റ്റ് ഭാര്യ മേരി ഹച്ചിൻസൺ ഉണ്ടായിരുന്നു കേട്ടോ. He never married Annette Valin. അത് ഇമ്പോർട്ടൻ്റ് ആണ്. He never married, but she's his lover. Financial support for Caroline. Upon Caroline's marriage in 1816, Wordsworth settled $30 on her. അതായത് ആ സമയത്ത് എന്തുണ്ടായിരുന്നു, നമ്മുടെ
കരോലിന് വേണ്ടിയിട്ട് അതിന് വിവാഹത്തിന് വേണ്ടി കുറച്ച് ക്യാഷ് മാറ്റി വെക്കാറുണ്ടായിരുന്നു ആര് നമ്മുടെ വേർഡ്സ്വർത്ത്. ദിസ് പേയ്മെൻറ്റ് കണ്ടിന്യൂഡ് അണ്ടിൽ 1835 വെൻ ദേ വെർ റിപ്ലേസ്ഡ് ബൈ ക്യാപിറ്റൽ സെറ്റിൽമെൻറ്റ്. ഫസ്റ്റ് പബ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ 1793 വേർഡ്സ്വർത്ത് പബ്ലിഷ്ഡ് പോയംസ് ഇൻ 2 കളക്ഷൻസ് ആൻ ഈവനിങ് വാക്ക് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്കെച്ചസ്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ വിളിക്കാവുന്ന വർക്ക്. Then meeting Samuel Taylor Coleridge, then he met with S.T. Coleridge in 1795. Wordsworth met Samuel Taylor Coleridge in Somerset. The two developed a close friendship. During 1795 and 1797, William and her sister Dorothy lived at Racewood House in Dorset, where they spent hours walking in the area, which Dorothy fondly describes as a reminder of their native lake land. And we know that they are living in a lake district. Who was known as the lake poets? Wordsworth, Coleridge, Dorothy Wordsworth, and also Robert Sade. Then lyrical ballads. Then we are going to discuss about lyrical ballads in detail. അതിൻ്റെ വർക്കുകൾ, പോയറ്റിക് വർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഇത് വരുമല്ലോ, ടിൻഡണ വരുന്ന സമയത്ത് കുറച്ച് നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. മൊത്തം പറയുന്നില്ല, കുറച്ച് നമ്മൾ അപ്പോൾ അവിടെയും പറയും. അതുകൊണ്ട് നമ്മൾ വല്ലാതെ ഉൾപ്പെട്ടിട്ടില്ല. lyrical ballads. In 1798, Wordsworth and Coleridge, with insight from Dorothy, produced the groundbreaking work Lyrical Ballads. This collection became pivotal to English romantic movement. അങ്ങനെ ഒരു ഡൊറോത്തിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് എന്ത് ചെയ്യണേ, വേർഡ്സ്വർത്തും കോളേഡ്സും കൊണ്ട് എന്ത് ചെയ്യണേ, ഒരു വർക്ക് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് കോൾഡ് Lyrical Ballads. Wordsworth, Tintern Abbey and Coleridge's Rime of the Ancient Mariner were both included in this first edition. We know that Tintern Abbey is the last work of 23rd work of that collection. Okay. And അത് ഇയാൾ 1798 തന്നെയാണ് ഈ വർക്ക് ചെയ്തത്. ഏത് വർക്ക് ചെയ്തത്? നമ്മുടെ ടിൻഡൺ ആബി. സോ അതുകൊണ്ടാണ് ഇയാൾ ഈ വർക്ക് എഴുതിയതിന് ശേഷം നേരെ കൊണ്ട് പബ്ലിഷിന് കൊടുക്കുന്നു. ആൻഡ് ഹി പബ്ലിഷ്ഡ് ലിറിക്കൽ ബലാഡ്സ്. അങ്ങനെ ഉണ്ടായത് കേട്ടോ. So in the second edition, 1800, only Wordsworth was listed as the author, and he included a preface that many scholars see as a romantic literary theory. നമുക്കറിയാം, 1798 വരുന്നു എന്ത് ലിറിക്കൽ ബലാഡ്സ് വരുന്നത്. 1800 ഒരു പ്രിഫേസ് വരുന്നു. ആ പ്രിഫേസിൽ ആര് മാത്രമേ ഓതറെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ? വേർഡ്സ്വർത്തിന് മാത്രമേ ഓതറെ കൊടുത്തു. ബട്ട് ഇൻ 1798 എഡിഷൻ ഓതേഴ്സ് വെർ ബോത്ത്. കോളേഡ്സ് ഉണ്ടായിരുന്നു ആൻഡ് ഓൾസോ വേർഡ്സ്വർത്ത് ഉണ്ടായിരുന്നു. The preface discussed the ordinary language of common people as a new verse style, rejecting the poetic diction of the 18th century poetry. They rejected the poetic diction, the poetic metrical form and the rhyme scheme and all the things. They rejected, and also they rejected language of ordinary people. They also say that we should write in the language of ordinary people rather than aristocratic people. ആ സമയത്ത് സാധാരണക്കാർ വായിക്കുന്ന, സാധാരണക്കാർ പറയുന്ന ഭാഷ നമ്മൾ എഴുതാണ്. ബിക്കോസ് അവർ ഓഡിയൻസ്, അവർ റീഡേഴ്സ് ഈസ് ദേ, അല്ലേ? അവരാണ് നമ്മുടെ റീഡേഴ്സ്. സോ ഇഫ് യു റിട്ടൺ ഇൻ ഓർഡിനറി, ഇഫ് യു റിട്ടൺ ഇൻ എ റിഫൈൻഡ് ലാംഗ്വേജ്, ദേ കാൺ റീഡ്, ദേ കാൺ കോംപ്രഹെൻഡ് വാട്ട് വി ഹാവ് റിട്ടൺ ഇൻ ദ ടെക്സ്റ്റ്. അതാണ് നിങ്ങൾ പറഞ്ഞത്. Wordsworth defined poetry as a spontaneous overflow of powerful feelings. It takes from its origin from emotion reflected in tranquility. ഈ പ്രിഫേസ് പറഞ്ഞ ഒരു ഇതാണ് കേട്ടോ. So he defines poetry as a powerful, the spontaneous overflow of powerful feelings. It takes its origin from the emotion reflected in the tranquility. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആ സ്ലൈഡ് വരുന്ന സമയത്ത്. So the border is also, it's a play. Between 1795 and 1797, Wordsworth wrote his only play. ഒറ്റ പ്ലേ ആണ് ഇയാൾ എഴുതിയിട്ടുള്ളൂ കേട്ടോ. The Borderers, a verse tragedy set during the reign of King Henry III. The play was directed by Thomas Harris, the manager of Covent Garden Theatre, who deemed it's unsuitable for performance. അതായത് റിജക്ട് ചെയ്തിട്ടുണ്ട് തോമസ് ഹാരിസ് എന്ന് പറഞ്ഞ ഒരു പബ്ലിഷർ മാനേജർ റിജക്ട് ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് ഇറ്റ്സ് നോട്ട് suitable for performance. It was not published until 1842 after significant revisions. Then Germany and homesickness. In 1798, Wordsworth, Dorothy and Coleridge traveled to Germany. While Coleridge found the journey intellectually stimulating, Wordsworth became homesick. അത് വേർഡ്സ്വർത്ത് ഭയങ്കര ഹോംസിക്ക് ആയിട്ടുള്ള ആളായിരുന്നു. സോ ഡൊറോത്തിക്ക് എന്തോ ഒരു ട്രാവൽ ചെയ്യുന്നത് എങ്ങനെ അവർ ദേ ആർ ഗോയിങ് ടു ട്രാവൽ. In the winter of 1798-1799, Wordsworth and Dorothy lived in Goslar, Germany, where Wordsworth experienced So next one, return to England. അപ്പോൾ in 1799, Wordsworth and Dorothy returned to England and visited the Hutchinson family at Sockburn. After Coleridge returned to England, he travelled to the Lake District with their publisher Joseph Cottle to meet Wordsworth and plan a tour. ഈ ജോസഫ് കോട്ടിലാണ് ഇയാളുടെ പബ്ലിഷർ കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിഷറാണ് ജോസഫ് കോട്ടിലാണ്, ഓർത്തുക മറന്നുകൊണ്ട. This visit led to Wordsworth and Dorothy setting in Dove Cottage on
Grassmere Lake District in 1799. They were later joined in Robert Sade, another poet forming the group and known as the Lake Poets. Somebody പറഞ്ഞു Lake Poets വിളിച്ചാക്കാണ് ഡൊറോത്തി, വേർഡ്സ്വർത്ത്, വില്യം വേർഡ്സ്വർത്ത്, റോബർട്ട് സാദെ, ദെൻ കോളേജ് ഇവരാണ് നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ലേക്ക് പോയിന്റ് വിളിക്കുന്നത് കേട്ടോ. So themes in Wordsworth poems, we know that during this period many of the Wordsworth poems focused on themes of death, endurance, separation and grief. ഈ സമയത്തുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരുപാട് തീം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വർക്കുകളൊക്കെ. ദെൻ വില്യം വേർഡ്സ്വർത്ത് ലേറ്റർ ലൈഫ് ആൻഡ് വർക്ക്സ്, he published a work, The Excursion എന്നൊരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് in 1814. പബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് ലാർജർ പ്രൊജക്ട് ദ റെക്ലൂസ്. റെക്ലൂസ് എന്ന് പറഞ്ഞൊരു ലാർജർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്കർഷൻ എന്ന് പറയുന്ന വർക്ക് ഇയാൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. The larger project was never completed, but the excursion remained influential. Okay. Then relationships with the fellow poets. Strained relations with the poet like Samuel Taylor Coleridge, but eventually healed. അതായത് ആദ്യം ഇയാളിവിടെ അങ്ങനെ ഒരു അടുപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ആ അടുപ്പം കുറച്ച് കുറഞ്ഞിട്ട് ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം ഒരു തെറ്റിപ്പിക്കുന്ന അവസാനം വരുന്ന സമയത്ത് ലോസ് ഓഫ് ക്ലോസ് ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് കോളേഡ്ജ് ആൻഡ് ചാൾസ് ലാംബ് വാസ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ വേർഡ്സ്വർത്ത്. ചാൾസ് ലാമ്പിൻ്റെയും കോളേജിൻ്റെയും ആ ഒരു ലോസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഒരു നന്നായിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ദെൻ ഡൊറോത്തി വേർഡ്സ്വർത്ത് ഇൽനെസ്. ഡൊറോത്തീസ് ഇൽനെസ് ഡീപ്ലി അഫക്റ്റഡ് വേർഡ്സ്വർത്ത് ആസ് ദ ബിക്കെയിം an invalid for the rest of her life. ദെൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് ലിറിക്കൽ ബലാഡ്സിനും ആൻഡ് ഇറ്റ്സ് എഡിഷൻസ്. കുറച്ച് എഡിഷൻസ് വരുന്നത് ലിറിക്കൽ ബലാഡ്സിന് നമ്മൾ പറഞ്ഞ പോലെ 798 1800 മാത്രമല്ല, ഒന്നിന് എഡിഷൻ പിന്നെയും വരുന്നുണ്ട്. സോ ഫസ്റ്റ് എഡിഷൻ ഈസ് Lyrical Ballads in 1798, a seminal collection of poems by Wordsworth and Coleridge, making the start of English Romantic movement. Initially received modest critical attention, but later became a landmark in English literature. ആ സമയത്ത് പബ്ലിഷ് ചെയ്ത സമയത്ത് കുറച്ച് ക്രിറ്റിസിസം ഒക്കെ നേരിട്ട് വർക്കായിരുന്നു, ബട്ട് ലേറ്റർ ഇറ്റ്സ് എ ലാൻഡ്മാർക്ക് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഫസ്റ്റ് എഡിഷൻ വരുന്നത് 1798 ഫസ്റ്റ് എഡിഷൻ വരുന്നത്. ഇൻ ഫസ്റ്റ് എഡിഷൻ 14 poems ബൈ വേർഡ്സ്വർത്തും 9 poems ബൈ കോളേജ് ഉണ്ടായിരുന്നു കേട്ടോ, ഓർത്ത് വെക്കാം. Wordsworth contribution 19 poems ആയിരുന്നു, കോളേജ് contribution 4 poems including the famous Rime of the Ancient Mariner, which gained immediate attention and became a cornerstone of Romantic literature. നമുക്കറിയാം അല്ലേ, ആൽബട്രോസിനെ കൊന്നിട്ടുള്ള ആ ഒരു കഥയാണ് എന്ത് പറയുന്നത് ഈ ഇതിൽ വരുന്നത്. ദെൻ സെക്കൻഡ് എഡിഷൻ ഇറ്റ് കംസ് ഇൻ 1800. മറന്നു പോകണം, സെക്കൻഡ് എഡിഷൻ വരുന്നത് 1800 ആണ് സെക്കൻഡ് എഡിഷൻ വരുന്നത്. The second edition included additional poems and an important preface by Wordsworth outlining the romanticism principle. അല്ലേ, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റൊമാൻറ്റിസം അത് പറയുന്നത് ഇവിടെ പറയുന്നത് ഇൻ ഹിസ് പ്രിഫേസിലാണ് അത് പറയുന്നത്. വേർഡ്സ്വർത്ത് ഡിഫൈൻഡ് പോയട്രി ആസ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ആൻഡ് ആസ് അഡ്വക്കേറ്റ് ഫോർ നാച്ചുറൽ സിമ്പിൾ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് എഡിഷൻസ് ഇൻ 1802 ആൻഡ് 1805. തേർഡ് എഡിഷൻ വരുന്നത് 1802 ആണ് ആൻഡ് ഫോർത്ത് എഡിഷൻ വരുന്നത് 1805 കേട്ടോ, മറന്നു പോകണ്ട. The third edition included further revisions to preface. The fourth edition continued to revise and add to their work, solidifying Lyrical Ballads as a defining text of the Romantic era. Then goals of Wordsworth and Coleridge നമുക്കറിയാം, sought to challenge the formal, rigid poetry of 18th century. നമുക്കറിയാം they rejected the ബീറ്റേഴ്സ്, ദ പോയറ്റിക് ഡിക്ഷൻ ഓഫ് ദി 18th century. ആ സമയത്ത് ഉണ്ടായിരുന്ന 18th centuryയിലെ പോയിറ്റിൽ ഒരു ഫോളോ ചെയ്ത് പോന്നിരുന്ന ആ ഒരു ന്യൂ ക്ലാസിസം, ആ ഒരു സംഭവം ഇവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിലേക്ക് കടക്കുന്നത്. സോ വി നോ ദാറ്റ് ഇൻ 18th century ലിറ്ററേച്ചർ ദേ ഫോക്കസ്ഡ് റിലീജിയൻ ആൻഡ് ദേ ഫോക്കസ്ഡ് ഓൺ അബ്സ്ട്രാക്ഷൻസ്. അങ്ങനെ ഒരു ഫോക്കസ് ഉണ്ടായത്. ദേ ഡോണ്ട് കൺസിഡർ അബൌട്ട് ഹ്യൂമൻ ഇമോഷൻ, ദേ ഡോണ്ട് കൺസിഡർ അബൌട്ട് നേച്ചർ. ഇതൊന്നും ഒരു കൺസിഡറേഷൻ പെടാൻ സംഭവമായിരുന്നു. സേ ദേ റോട്ട് അബൌട്ട് കോളേജ് ആൻഡ് വേർഡ്സ്വർത്ത് റോട്ട് അബൌട്ട് ദീസ് ഹ്യൂമൻ ഫീലിംഗ്സ്, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ബ്യൂട്ടി ഓഫ് നേച്ചർ. അതിനെക്കുറിച്ച് ആരെഴുതിയത് നമ്മുടെ ഈ വേർഡ്സ്വർത്തും കോളേജും ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയത് ഇൻ ദി ലാംഗ്വേജ് ഓഫ് കോമൺ മെൻ. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അറ്റ് ബിഫോർ ദാറ്റ് ദ ലാംഗ്വേജ് ഓഫ് പോയട്രി ഈസ് എൻറ്റയർലി ഏതായിരുന്നു, ഇറ്റ് കാണ്ട് ആക്സസിബിൾ ഫോർ നോർമൽ പീപ്പിൾ. അത് നോർമൽ പീപ്പിൾസിന് ആക്സസിബിൾ ആയ ലാംഗ്വേജിലല്ല അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ വെൻ ദേ കം ദേ റോട്ട് ഇൻ ദി നോർമൽ പീപ്പിൾ ലാംഗ്വേജ്. ഓക്കെ. Then the title Lyrical Ballads ഇവിടെ വരുന്നത് ലിറിക്കൽ കണക്ട്സ് ദ പോയംസ് ടു ഇമോഷണൽ സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ. ലിറിക്കൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ വേർഡ് കണക്റ്റഡ് ടു വാട്ട് പോയംസ് ടു ഇമോഷണൽ ആൻഡ് സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ ആണ് അത് കണക്ട് ചെയ്യുന്നത്. ദെൻ ബലാഡ്സ് മീൻസ് വോക്സ് ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻസ് എംഫസൈസിങ് ദ ലിവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. ബലാഡ്സ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി പീപ്പിൾസിൻ്റെ ആ ഒരു സംഭവം പറഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റൈലാണ് എന്ത് ബലാഡ്സ് എന്ന് പറഞ്ഞ സാധനം. ദെൻ വേർഡ്സ്വർത്ത് എയിംസ് എന്തായിരുന്നു, എക്സ്പ്ലോർഡ് ഹൗ ദ ലാംഗ്വേജ് ഓഫ് എവരിഡേ കൺവെർസേഷൻ കുഡ് പ്രൊഡ്യൂസ് പോയട്രിക് പ്ലഷർ ആൻഡ് കൺവേ ഡീപ്പ് ഇമോഷൻസ്. ഇത് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ
ഹൗ ദ ലാംഗ്വേജ് ഓഫ് എവറി ഡേ കോൺവെർസേഷൻ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് കൊണ്ട് കുഡ് പ്രൊഡ്യൂസ് പോയറ്റിക് പ്ലഷർ. ദാറ്റ് ഓൾസോ കുഡ് ക്രിയേറ്റ് പോയറ്റിക് പ്ലഷർ. അതായത് നമ്മൾ പോയിട്ട് വായിക്കുന്നൊരു പ്ലഷർ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? എവരുടെ ലാംഗ്വേജ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആര് പറയുന്നത്? നമ്മൾ വേർഡ്സ്വർത്ത് പറയുന്നത്. ആൻഡ് വി ക്യാൻ കൺവേ ഡീപ്പ് ഇമോഷൻസ് ആൻഡ് വി ക്യാൻ കൺവേ എക്സ്പ്രഷൻസ് ത്രൂ എ നോർമൽ ഡേ ടു ഡേ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ വേർഡ്സ്വർത്ത്. ആൻഡ് സോട്ട് ടു എലവേറ്റ് ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ ഷോയിങ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ എക്സ്പ്രസിങ് കോംപ്ലക്സ് ഐഡിയാസ്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് റൂസോ, ഒരു റൂസോ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് വേർഡ്സ്വർത്തിന്. വേർഡ്സ്വർത്ത് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റൂസോ ഫിലോസഫി അഡ്വക്കേറ്റിംഗ് ഫോർ എൻ റിട്ടേൺ ടു നേച്ചർ സിംപ്ലിസിറ്റി എക്കോയിങ് ദ സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, പിന്നെ ഒരു ഫ്രഞ്ച് ആളാണ് റൂസോ എന്ന് പറയാം, ഒരു ഫ്രഞ്ച് സ്റ്റേറ്റ്സ്മാനാണ് റൂസോ. സോ he influenced by Rousseau. The next one, revision and changes. The collection went through multiple revisions between the first and second editions. അല്ലേ, ഒരുപാട് റിവിഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എഡിഷൻ സെക്കൻഡ് എഡിഷൻ ഒരുപാട് മാറ്റം കാണാൻ പറ്റും. The changes focused on refining the preface and the inclusion of new poems, enhancing its influence on the future of English literature. പ്രിഫേസ് ആഡ് ചെയ്തു, കുറേ പോയംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചേഞ്ച് വരുത്തിയിട്ട്, കുറേ പോയിംസ് ഒഴിവാക്കിയിട്ടുണ്ട്, കുറേ പോയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. Then it comes to second edition. The experimental nature of the first edition. Many of the poems in the second edition were experimental, reflecting Wordsworth's desire to break away from the traditional poetic forms. അതിൽ ഫസ്റ്റ് വരുന്ന എഡിഷനിൽ ഇയാൾ എക്സ്പെരിമെൻ്റൽ, അതായത് അയാളെ പ്രിഫേസിനെ പറയുന്നുണ്ട്. സോ ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻറ്റ്, അല്ല ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് 798 എഡിഷൻസ്, ആ എഡിഷനിലെ വർക്ക്സ് മൊത്തം എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ when it comes to next edition, which means preface edition or 1800 edition, it not like that. Okay, then കുറച്ച് അഡീഷണൽ നോട്ട്സുകൾ നമുക്ക് ഇത് നോക്കേണ്ടതായിട്ടുണ്ട്. The convict included in 790 edition was omitted in the 1800 edition, replaced by Coleridge's Love. അതായത് വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയമായിരുന്നു കോൺവിക്റ്റ് എന്ന് പറയുന്ന പോയം, വേർഡ്സ്വർത്ത് എഴുതിയ പോയമായിരുന്നു. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി 1790 എഡിഷനിൽ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. അതെന്ത് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇറ്റ് വാസ് ഒമിറ്റഡ് ഇൻ 1800 എഡിഷൻ. 1800 എഡിഷനിൽ ആ ഒരു പോയം ഒഴിവാക്കിയിട്ടുണ്ട്. ലേറ്റർ ഇറ്റ് ഈസ് നമ്മൾ കോളേജിൻ്റെ പോയം ലവ് എന്ന് പറയുന്ന പോയം അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോ ഒമിറ്റ് ചെയ്ത് പോയതായിരുന്നു നമ്മുടെ വേർഡ്സ്വർത്തിൻ്റെ ദ കോൺവിക്റ്റ് എന്ന് പറയുന്ന പോയം ഒമിറ്റ് ചെയ്ത് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് കോളേജിൻ്റെ പോയം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ സം 700 editions, Levitt or the Circassian Love by Coleridge was substituted for the convict. The poem's lines written when sailing in a boat at evening and lines written near Richmond upon the themes was initially combined into the one in the 700 edition, but was split into two in the 800 edition. അല്ലേ, ഈ രണ്ട് പോയംസും ഫസ്റ്റ് എഡിഷൻ എന്തായിരുന്നു? ഒറ്റ പോയമായിരുന്നു. രണ്ടാമത്തെ എഡിഷൻ വന്ന സമയം എന്ത് ചെയ്തു? ഇറ്റ് വാസ് സ്പ്ലിറ്റഡ് ഇൻ ടു ടു. ഓർത്തു വെക്കാൻ മറന്നു പോകണ്ട. Then Wordsworth's preface serves as a manifesto for the Romantic movement, explaining his approach to poetry in lyrical ballads. അതും നിങ്ങൾ ഓർത്തു വെക്കേണ്ട സാധനമാണ്. കോമൺ ലാംഗ്വേജിന് പ്രസൻറ്റ് നമുക്കറിയാം. Wordsworth champions the use of simple common language, focusing on the lives of the peasantry as they are in closer communication with nature and are more honest and unrestrained. Then break from neoclassical poetry. We have already said that. Unlike the highbrow poetry of late neoclassical writers, Wordsworth's poems aim to be more accessible and grounded in the experience of the ordinary people. അത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന പോയിംസ് ആരും കൂടെ വായിക്കണം, ഓർഡിനറി പീപ്പിൾസും കൂടെ വായിക്കണം, എന്നാലും നമുക്ക് അതിന് ഉപയോഗമുള്ളൂ. അത് പറയുന്നത് നമ്മുടെ വേർഡ്സ്വർത്ത് പറയുന്നത്. So critique of contemporary poetry, he criticizes the trivial sensational poetry of his time, which he believes dulls the mind of readers and serve only superficial entertainment. ഇത് ലെവലുള്ള പോയറ്റുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഈ വർക്കിൽ പ്രിഫേസിലൂടെ. He says that it's only dulls the mind of readers. വായിക്കുന്ന ആളുടെ മൈൻഡ് എന്തെങ്കിലും ഒരു ഡൾനെസ് മാത്രമേ തരുള്ളൂ. ഇറ്റ് ഡസൻ ഗീവ് എനി പോയറ്റ് പ്ലഷർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് സെർവ്സ് ഓൺലി സൂപ്പർഫിഷ്യൽ എൻ്റർടൈൻമെൻറ്റ്. പർപ്പസ് ഓഫ് പോയട്രി, Wordsworth argues that poetry should serve a deeper purpose than entertainment, aiming to revive readers through a vicarious experience of nature. Then importance of emotions, he emphasized that poetry should express the spontaneous overflow of emotions. നമ്മുടെ ഇമോഷൻസിൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓവർഫ്ലോ ആയിരിക്കണം. എന്നാൽ അത് പറയുന്നത് സ്പോണ്ടേനിയസ്, അത് പെട്ടെന്നുണ്ടാവണം. അതാണ് നമ്മൾ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇമോഷൻ്റെ ഒരു എക്സ്പ്രഷനാണെന്ത് നമ്മുടെ പോയിട്രി എന്ന് പറയേണ്ട കാര്യം നമ്മുടെ വേർഡ്സ്വർത്ത്. ദെൻ ഒറിജിനേറ്റിംഗ് ഫ്രം ഇമോഷൻ റിഫ്ലക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി, അലൗവിങ് ദ ബോത്ത് പാഷൻ ആൻഡ് തോട്ട്. ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും.
നമ്മൾ ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ എക്സ്ട്രാ പിന്നെ വരുന്ന സാധനം ഇവിടെ പറയുന്നില്ല ഞാൻ ഓൾറെഡി. Meter in poetry, Wordsworth defends the use of meter as it adds charm to the work and helps regulate emotions, preventing them from becoming overwhelming. മീറ്റർ വരേണ്ട പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഇതിലുള്ളൊരു ടിൻഡനാമിൽ എന്ന് പറഞ്ഞ പോയം വായിക്കും മനസ്സിലാവും. ഹി ഡസൻറ്റ് യൂസ് എനി മീറ്റർ ഇൻ ദാറ്റ് പോയം. ഒരു മീറ്ററുകൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു റൈം സ്കീമോ അല്ലെങ്കിൽ ഇത്ര ലൈനോ ഒന്നും ആൾ യൂസ് ചെയ്തിട്ടില്ല. അയാൾ മീറ്റർ ഒന്നും ആൾ യൂസ് ചെയ്യില്ല. അയാൾ തോന്നിയ പോലെ എഴുതിയിരിക്കണം ആ വർക്കുകളൊക്കെ. സോ ഹി Wordsworth defends the use of meter. And final note, he concludes by stating that he hopes readers experience the ballads themselves as he cannot do more than present the poetry. എന്ന് പറഞ്ഞാൽ എന്താണ് അയാളെ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ ക്ലാസ്സായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതായിരുന്നു. ബേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് എഡിഷൻസിനെ കുറിച്ച് പറഞ്ഞു, വേഴ്സസിനെ കുറിച്ചും പറഞ്ഞു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.